ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വ്യവസായികൾക്ക് കൈമാറാൻ ആവശ്യമായ കുരുമുളകിനായി ഇടനിലക്കാർ വിപണിയിൽ പരക്കം പാഞ്ഞിരുന്നു. നാളികേര ഉൽപ്പന്നങ്ങളുടെ മികവ് നിലനിർത്തി ഇഞ്ചി നേരിട്ട വില തകർച്ച ചുക്ക് സ്റ്റോക്കിസ്റ്റുകളുടെ ഉറക്കം കെടുത്തുന്നതിലേക്ക് നയിച്ചു. ചൈനീസ് വ്യവസായികളുടെ അഭാവം മൂലം ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകളിലെ ഇടപാടുകളുടെ വ്യാപ്തിയും ചുരുങ്ങുകയുണ്ടായി. എന്നാൽ സ്വർണ്ണവില റെക്കോർഡ് കുതിപ്പാണ്. ഉത്തരേന്ത്യൻ കറിമസാല വ്യവസായികൾക്ക് യഥാസമയം ചരക്ക് കയറ്റിവിടുന്നതിൽ മധ്യവർത്തികൾക്ക് സംഭവിച്ച വീഴ്ച വിലക്കയറ്റത്തിന് അവസരം നൽകിയിട്ടുണ്ട്. ഉൽപ്പന്ന വില 700 രൂപയ്ക്ക് മുകളിലേക്ക് കുതിക്കുമെന്ന വിലയിരുത്തലിൽ ഉൽപ്പാദന മേഖല ചരക്ക് വിൽപ്പന കുറയ്ക്കുകയും ചെയ്തു. കരാർ പ്രകാരമുള്ള കയറ്റുമതികൾ ജനുവരി 31 പൂർത്തിയാക്കാൻ പലരും ശ്രമങ്ങൾ നടത്തിയെങ്കിലും നാടൻ ചരക്ക് വിപണിയിൽ കിട്ടാക്കണിയായി മാറി. അൺഗാർബിൾഡ് കുരുമുളക് 66,000 രൂപയായി ഉയർന്നുവന്നു. സർവ്വദേശീയ വിപണിയിൽ ഇന്ത്യൻ വില ടണ്ണിന് $8,000 ആയിട്ടാണ് നിലനിൽക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ നാളികേര ക്ഷാമം നിലനിൽക്കുന്നതിനാൽ വ്യവസായികൾ വില ഉയർത്തി കൊപ്ര സംഭരിക്കാൻ തുടങ്ങി. പല വൻകിട മില്ലുകളുടെയും കൊപ്ര സ്റ്റോക്ക് കുറഞ്ഞതിനാൽ പ്രവർത്തന സമയം വെട്ടിക്കുറച്ച് പ്രതിസന്ധി മറികടക്കാനും നീക്കം നടത്തിയിരുന്നു. കേരളത്തിൽ നാളികേര വിളവെടുപ്പ് പുരോഗമിക്കുകയാണ്. എന്നാൽ മില്ലുകാരുടെ ആവശ്യാനുസരണം പച്ചത്തേങ്ങ വരവ് ഉയരുന്നില്ല. കൊപ്ര 15,100-ലും വെളിച്ചെണ്ണ 22,500 രൂപയിലുമാണ്. പ്രാദേശിക തലത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യം വർദ്ധിപ്പിക്കാൻ വലിയ തോതിൽ കാരണമായിട്ടുമുണ്ട്. ചുക്ക് ഉൽപ്പാദകരും സ്റ്റോക്കിസ്റ്റുകളും അല്പം ആശങ്കയിലാണ് ഉള്ളത്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇഞ്ചി ഉൽപ്പാദനം ഉയർന്നത് വിലത്തകർച്ചയ്ക്ക് ഈടാക്കിയതോടെ കൈവശമുള്ള ചുക്ക് താഴ്ന്ന വിലയ്ക്ക് വിറ്റഴിക്കേണ്ടി വരുമോ എന്ന ഭീതിയിലാണ് പലരും ഇപ്പോൾ. മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും മാത്രമല്ല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇഞ്ചി കൃഷിക്ക് അനുകൂല സാഹചര്യം ഒത്തുവന്നത് കർഷകർക്ക് നേട്ടമാക്കിയിട്ടുമുണ്ട്. ഇതിനിടയിൽ ലഭ്യത ഉയർന്നതിനൊപ്പം പച്ച ഇഞ്ചി വിലയിടിഞ്ഞത് പലരെയും വിളവെടുപ്പിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് ഇടയാക്കി. ദക്ഷിണേന്ത്യൻ ചുക്കിന് സാധാരണ ശൈത്യകാല ഡിമാൻഡ് അനുഭവപ്പെടാറുണ്ടെങ്കിലും ഇത്തവണ ആവശ്യക്കാർ വളരെയധികം കുറവായിരുന്നു. കൊച്ചിയിൽ വിവിധ ഇനം ചുക്ക് 32,250 മുതൽ 35,000 രൂപയിലാണ് ഇടപാടുകൾക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ വാരാന്ത്യം 10,000 രൂപയുടെ വില തകർച്ച ഉൽപ്പന്നം അഭിമുഖീകരിക്കുകയുണ്ടായി. ഇതിനിടയിൽ നേരത്തെ ഉറപ്പിച്ച വിദേശ കരാറുകൾ മുൻനിർത്തി അറബ് രാജ്യങ്ങളിലേക്കുള്ള ഷിപ്മെന്റുകൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് കയറ്റുമതിക്കാരെല്ലാം. ഏഷ്യൻ റബ്ബർ അവധി വിപണികളിൽ ഉൽപ്പാദന വിലവ് നേരിയ റേഞ്ചിൽ നീങ്ങിയതിനാൽ തിരക്കിട്ടുള്ള ചരക്ക് സംരംഭത്തിൽ നിന്നും വ്യവസായികൾ വിട്ടുനിൽക്കുകയായിരുന്നു. പല രാജ്യങ്ങളിലും ഉൽപ്പാദനം കുറഞ്ഞെങ്കിലും വാങ്ങാൻ താല്പര്യം ശക്തമായിരുന്നില്ല. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ 19,300 രൂപ ഉയർന്നിരുന്നു. ജനുവരിയിൽ പകൽ താപനില പതിവിലും ഉയർന്നത് റബ്ബർ ഉൽപ്പാദനം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു. ചൂട് ഉയർന്നതോടെ പല തോട്ടങ്ങളിലും ടാപ്പിംഗ് മന്ദഗതിയിലാണ് നിലനിൽക്കുന്നത്. ഉയർന്ന ചൂടിൽ മരങ്ങളിൽ നിന്നുള്ള പാൽ ലഭ്യത കുറഞ്ഞത് കണക്കിലെടുത്താൽ ഈ മാസം 2ാം പകുതിയിൽ റബ്ബർ വെട്ട് പൂർണ്ണമായി സ്തംഭിക്കാൻ ഇടയുള്ള സാധ്യതയുമുണ്ട്. ടയർ കമ്പനികൾ കുറഞ്ഞ വിലയ്ക്ക് ഷീറ്റും ലാറ്റക്സും കൈക്കലാക്കാനുള്ള ശ്രമത്തിലാണ് പ്രധാനമായും. ആഭരണ വിപണികളിൽ സ്വർണം പല ആവർത്തി റെക്കോർഡ് പുതുക്കിയിരുന്നു. പവന് 60,440 രൂപയിൽ നിന്നും വാരാന്ത്യം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 61,960 രൂപയിൽ എത്തിയിരുന്നു. 1 ഗ്രാമിന് വില 7,745 രൂപയാണ്. ന്യൂയോർക്കിൽ സ്വർണ്ണ വില ഔൺസിന് $2,797 ആയിരുന്നു.